2025 സിവിൽ സർവീസിന്റെ എക്സാം റിസൾട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഉത്തർപ്രദേശുകാരിയായ ശക്തി ദുബെയാണ് ഒന്നാം റാങ്ക് നേടിയിട്ടുള്ളത്. റിസൾട്ട് വന്നതിന് ശേഷം മിസ് ദുബെ വാജിറാം ആൻഡ് രവി അതുപോലെ സാർത്ത് IAS എന്നീ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് നൽകിയിട്ടുള്ള ഇന്റർവ്യൂസിന്റെ മലയാളം പരിഭാഷയും സമ്മറിയുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നത്. മിസ് ദുബെയുടെ ഒറിജിനൽ ഇന്റർവ്യൂ നിങ്ങൾക്ക് മേൽപ്പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ഒറിജിനൽ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ആ ഇന്റർവ്യൂകൾ അവർ നൽകിയിട്ടുള്ളത് ഹിന്ദിയും ഇംഗ്ലീഷും മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലാണ്. മിസ് ദുബെ 6 വർഷമായിട്ട് സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അവരുടെ 5ാമത്തെ അറ്റംപ്റ്റിലാണ് അവർ ഒന്നാം റാങ്ക് നേടുന്നത്. ആദ്യത്തെ 3 അറ്റംപ്റ്റിലും പ്രിലിംസ് പോലും പാസ്സാവാൻ അവരെ കൊണ്ട് സാധിച്ചിരുന്നില്ല. 4ാമത്തെ അറ്റംപ്റ്റിൽ ഇന്റർവ്യൂ വരെ എത്താൻ അവസരം ലഭിച്ചെങ്കിലും റാങ്ക് ലിസ്റ്റിൽ വന്നില്ല. അങ്ങനെ 4 അറ്റംപ്റ്റിലും പരാജയപ്പെട്ട് 5ാമത്തെ അറ്റംപ്റ്റിലാണ് ഒന്നാം റാങ്ക് എന്ന മിന്നും വിജയം അവർ കരസ്ഥമാക്കിയിട്ടുള്ളത്. അവരുടെ അച്ഛൻ ഒരു സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുകയാണ്. മിസ് ദുബെ ബയോകെമിസ്ട്രിയിൽ MSc നേടിയിട്ടുള്ള വ്യക്തിയാണ്. സിവിൽ സർവീസിന് വേണ്ടി മിസ് ദുബെ ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് തിരഞ്ഞെടുത്തത് PSIR ആണ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻ. 4ാമത്തെ അറ്റംപ്റ്റിൽ ഓപ്ഷണൽ സബ്ജക്റ്റിന് മാർക്ക് കുറഞ്ഞതാണ് സിവിൽ സർവീസ് റാങ്കിലേക്ക് എത്താതിരുന്നത് എന്ന് അവർ പറയുന്നുണ്ട്. കൂടാതെ ഈ എക്സാം പാസ്സാവാൻ വേണ്ടി ഭാഗ്യം എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. 5 അറ്റംപ്റ്റ് കൊടുത്ത വ്യക്തി എന്ന നിലയിൽ സിവിൽ സർവീസ് നേടിയെടുക്കുന്നത് വരെ പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ള ഒരു ടോക്സിക് മോട്ടിവേഷനൊന്നും നൽകാൻ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. 4ാമത്തെ അറ്റംപ്റ്റിലും പരാജയപ്പെട്ടതോടുകൂടെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ നിർത്താനും മറ്റൊരു ജോലി നേടാനും അവർ ശ്രമിച്ചതായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 4ാമത്തെ അറ്റംപ്റ്റിന് ശേഷം വാജിറാം രവി IAS ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെന്റർഷിപ്പ് ജോലിയിൽ അവർ കയറുന്നുണ്ട്. ജോലി ചെയ്തുകൊണ്ടാണ് അവർ സിവിൽ സർവീസ് എക്സാമിൻ്റെ 5ാമത്തെ അറ്റംപ്റ്റ് കൊടുത്തതും ഒന്നാം റാങ്ക് നേടിയിട്ടുള്ളതും. നിങ്ങളുടെ താല്പര്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നും നിങ്ങൾക്ക് 1-2 പരാജയത്തിന് ശേഷം തുടരാൻ താല്പര്യമില്ല എങ്കിൽ മറ്റുള്ള ജോലിയിലേക്ക് ശ്രമിക്കാമെന്നും ഇനി അഥവാ തുടരാൻ തന്നെയാണ് താല്പര്യമെങ്കിൽ എത്ര അറ്റംപ്റ്റ് കൊടുക്കുന്നതും തെറ്റല്ല എന്നും അവർ പറയുന്നുണ്ട്. സിവിൽ സർവീസിനേക്കാളും വലുതാണ് ജീവിതം എന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് സിവിൽ സർവീസ് പ്രിപ്പറേഷന് വേണ്ടി അവരെന്തൊക്കെയാണ് നൽകുന്ന ടിപ്സ്, അഡ്വൈസ് എന്നുള്ളത് നോക്കാം. ആദ്യത്തെ അഡ്വൈസ്, നിങ്ങൾ സിവിൽ സർവീസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബേസിക് ആദ്യം സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ സിവിൽ സർവീസ് എക്സാമിന് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പൊളിറ്റിയിലാണെങ്കിലും എക്കണോമിക്സിലാണെങ്കിലും ജോഗ്രഫിയിലാണെങ്കിലും ഒക്കെ വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിക് പോർഷൻ, കറണ്ട് അഫയേഴ്സ് അല്ലാത്ത മാറിക്കൊണ്ടിരിക്കാത്ത സ്ഥിരമായിട്ട് ഒരേപോലെയുള്ള കോൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. അതിനെയാണ് ബേസിക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബേസിക് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഇവരുടെ ആദ്യത്തെ അഡ്വൈസ്. അതിനുശേഷം നിങ്ങൾക്ക് അതിലേക്ക് വാല്യൂ അഡിഷൻ ആഡ് ചെയ്യാം. അഥവാ കറണ്ട് അഫയേഴ്സ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം, ഫാക്റ്റുകൾ, ഡാറ്റകൾ, സ്റ്റാറ്റിസ്റ്റിക്സുകൾ ആഡ് ചെയ്യാം. അങ്ങനെ അതിനെ കൂടുതൽ സ്ട്രോങ് ആക്കാം എന്നാണ് പറയുന്നത്. തുടക്കത്തിൽ നിങ്ങൾ ബേസിക്സിലാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് മാത്രമാണ് നിങ്ങൾ വാല്യൂ അഡിഷനിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ടത്. മിസ് ദുബെയുടെ 2ാമത്തെ അഡ്വൈസ്, നിങ്ങൾക്ക് യൂട്യൂബിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ ആയിട്ട് വളരെയധികം സ്ട്രാറ്റജികളും ബുക്ക് ലിസ്റ്റുകളും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ എല്ലാറ്റിൻ്റെയും പിന്നാലെ പോവരുത് എന്നുള്ളതാണ്. നിങ്ങൾ ഈ സ്ട്രാറ്റജികളും ബുക്ക് ലിസ്റ്റുകളൊക്കെ നോക്കിയിട്ട് സ്വന്തമായിട്ടൊരു ബുക്ക് ലിസ്റ്റും സ്ട്രാറ്റജിയും തയ്യാറാക്കുക. അതിൽ സ്റ്റിക്ക് ചെയ്യുക. ഓരോ സബ്ജക്റ്റിനും മിനിമം ബുക്ക് ലിസ്റ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി അവർ പറയുന്നുണ്ട്. 1-ൽ കൂടുതലോ അല്ലെങ്കിൽ വളരെയധികം ബുക്കുകളോ വായിക്കുന്നതിന് അവർ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. 3ാമത്തേത് സെൽഫ് നോട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും സിലബസും ഉപയോഗിച്ചുകൊണ്ട് അതിലെ തീമുകളും വാക്കുകളും നോക്കി സ്വയം നോട്ട് തയ്യാറാക്കുക. ഇവിടെ അവർ ശ്രദ്ധിക്കാൻ പറയുന്ന കാര്യം, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ വരുന്ന തീമുകളും, അഥവാ ഇപ്പം ബുദ്ധിസത്തെ പറ്റിയോ ജൈനിസത്തെ പറ്റിയോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിസം ഇമ്പോർട്ടൻ്റ് ആണ്, ജൈനിസം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അതിൽ വരുന്ന വാക്കുകൾ, കീവേഡുകൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മുൻവർഷങ്ങളിൽ ഏതെങ്കിലും വാക്കുകളോ തീമുകളോ വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ ഇഗ്നോർ ചെയ്യാനോ ഒഴിവാക്കാനോ പാടില്ല എന്നുള്ളതാണ്. 1 പേജ് നോട്ടിനെ പറ്റിയും അവരിവിടെ പറയുന്നുണ്ട്. 1 പേജ് നോട്ട് എന്നാൽ സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും പഠിച്ചതിന് ശേഷം ഓരോ തീമിനെയും ബേസ് ചെയ്തുകൊണ്ട് ഒറ്റ പേജുള്ള നോട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. അത് എക്സാമിന് എളുപ്പത്തിൽ റിവിഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അതിനെപ്പറ്റി അവർ പറയുന്നത് മെയിൻസിൻ്റെ തൊട്ട് മുൻപായിട്ട് മാത്രമാണ് ഈ 1 പേജ് നോട്ട് തയ്യാറാക്കേണ്ടത്. അതിന് കാരണം അതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ കുറേ അധികം റിവിഷൻ നടത്തും. നമ്മളുടെ കയ്യിൽ കുറേ ഡാറ്റാസ് ഉണ്ടാവും. അപ്പോൾ എല്ലാ ഡാറ്റകളും എടുത്തതിന് ശേഷം നമ്മളോട് സ്ഥിരമായിട്ട് വിട്ടുപോകുന്ന വാക്കുകളും കാര്യങ്ങളും ചേർത്തുകൊണ്ടാണ് 1 പേജ് നോട്ട് ഉണ്ടാക്കേണ്ടത് എന്നാണ്. 4ാമത് പറയുന്നത് കറണ്ട് അഫയേഴ്സിനെ പറ്റിയാണ്. കറണ്ട് അഫയേഴ്സ് ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് തന്നെ
അതായത് ന്യൂസിൽ വരുന്ന ഏറ്റവും പുതിയ ന്യൂസ് തന്നെ ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നുണ്ട്. കൂടാതെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എക്സാമ്പിൾസ് കൊടുക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങളുടെ നാട്ടിലൊക്കെ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കില്ല. നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്ന കാര്യങ്ങൾ മാത്രം കറണ്ട് അഫയേഴ്സ് ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം അങ്ങനത്തെ കറണ്ട് അഫയേഴ്സ് കൊടുത്താൽ മാത്രമാണ് എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കറണ്ട് അഫയേഴ്സിന് വളരെയധികം പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ട് മിസ് ദുബെ പറയുന്നുണ്ട്. കാരണം കറണ്ട് അഫയേഴ്സിൻ്റെ എത്രത്തോളം പുതിയതാണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ആൻസർ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാവും. കൂടാതെ നിങ്ങൾക്കറിയാം സിവിൽ സർവീസ് എക്സാമിന് മെയിൻസിൽ 4 ജനറൽ സ്റ്റഡീസ് പേപ്പർ ഉണ്ട്. അപ്പോൾ ഈ പേപ്പറുകളിലൊക്കെ കറണ്ട് അഫയേഴ്സ് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ, ക്രോസ് ലിങ്ക് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി അവർ പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ജനറൽ സ്റ്റഡീസ് 1 ഉപയോഗിക്കുന്ന കറണ്ട് അഫയേഴ്സ് ആയിട്ട് ജനറൽ സ്റ്റഡീസ് 3 കറണ്ട് അഫയേഴ്സിനെ കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ക്രോസ് ലിങ്കേജ് കൊടുക്കുന്നത് ഗുണം ചെയ്യും എന്നും പറയുന്നുണ്ട്. 5ാമത്തെ അഡ്വൈസ്, നിങ്ങളിങ്ങനെ നോട്ടുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മൾട്ടിപ്പിൾ റിവിഷൻ നടത്തുക എന്നുള്ളതാണ്. കൂടുതൽ റിവിഷൻ നടത്തുക എന്നുള്ളതാണ്. അവരുടെ റിവിഷൻ ടെക്നിക്ക് എന്താണ് എന്ന് അവർ ഇപ്പം പറയുന്നില്ല, മറ്റുള്ള വീഡിയോസിൽ ഇനി പറയുമായിരിക്കും. പരമാവധി റിവിഷൻ നടത്തുക എന്നുള്ളത് തന്നെയാണ് നന്നായി ഓർത്ത് വയ്ക്കാനുള്ള മെത്തേഡ് എന്ന് അവർ പറയുന്നുണ്ട്. 6ാമത്തെ അഡ്വൈസ്, പരമാവധി ടെസ്റ്റ് സീരീസ് അറ്റംപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ടെസ്റ്റ് സീരീസ് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ട് ടെസ്റ്റ് സീരീസ് അറ്റംപ്റ്റ് ചെയ്യുന്നതിലൂടെ എവിടെയാണ് നിങ്ങൾക്ക് പോരായ്മകൾ വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അത് മെൻറ്ററുടെ സഹായത്തോടു കൂടെ ഇംപ്രൂവ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എല്ലാ വീക്കിലും 1 എന്ന രീതിയിൽ ആൻസർ റൈറ്റിംഗ് നടത്തിയതായിട്ട് അവർ പറയുന്നുണ്ട്. കൂടാതെ ആൻസർ റൈറ്റിങ്ങിൽ അവർ നൽകുന്ന ഒരു ടിപ്പ്, നിങ്ങളൊരു ആൻസർ എഴുതുമ്പോൾ ഏത് ആൻസർ ആണെങ്കിലും അതിൽ പല ഡയമെൻഷൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ജനറൽ സ്റ്റഡീസിൻ്റെ ഡയമെൻഷൻസ് എല്ലാ ആൻസറിലും, ഏത് പേപ്പറിൻ്റെ ആൻസറിലും കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് എക്കണോമിക്സ്, പൊളിറ്റി, എൻവയോൺമെൻറ്റ്, ജോഗ്രഫി, സൊസൈറ്റി. നിങ്ങളൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന് പൊളിറ്റിക്കലായിട്ടുള്ളൊരു വശമുണ്ടോ, അതിൻ്റെ എൻവയോൺമെൻറ്റലായിട്ടുള്ളൊരു വശമുണ്ടോ, അതിന് എക്കണോമിക്കലായിട്ടുള്ളൊരു വശമുണ്ടോ, അങ്ങനെ ഓരോ പോയിൻറ്റും ഓരോ ഡയമെൻഷൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് കൂടുതൽ ഡയമെൻഷൻസ് ചിന്തിക്കാൻ കഴിവുള്ള ആളാണ് എന്നുള്ള ഒരു ധാരണ എക്സാമിനർക്ക് ഉണ്ടാക്കുകയും നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള അവസരം നൽകുകയും ചെയ്യും. അതുപോലെ എല്ലാ ആൻസർ റൈറ്റിങ്ങിലും കറണ്ട് അഫയേഴ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈവൻ ഹിസ്റ്ററിയിൽ പോലും കറണ്ട് അഫയേഴ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുക. സാധാരണ ഹിസ്റ്ററി പോലെ പാസ്റ്റിനെ പറ്റി സംസാരിക്കുന്ന ഒരു സബ്ജക്റ്റിൽ കറണ്ട് അഫയേഴ്സ് കൊണ്ടുവരാനുള്ള അവസരം വളരെ കുറവാണ്. പക്ഷേ ന്യൂസ് പേപ്പറിൽ നിങ്ങളിപ്പോൾ ഒരു ചോള രാജവംശത്തെ പറ്റിയോ അങ്ങനെ ഏതെങ്കിലും ഒരു രാജവംശത്തെ പറ്റിയോ ഒക്കെയുള്ള ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെ നിങ്ങളുടെ ഹിസ്റ്ററി ആൻസറിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ആലോചിക്കുക എന്നുള്ളതാണ്. 7ാമത്തെ അഡ്വൈസ്, നിങ്ങൾ പഠിക്കുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചേഴ്സിനോട് നിങ്ങൾ പരമാവധി സംശയം ചോദിക്കണം എന്നുള്ളതാണ്. അവരത് വാജിറാം രവി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനും അത് ബാധകമാണ്. നിങ്ങൾ വലിയ എമൗണ്ട് ഫീസ് നൽകിയിട്ടാണ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിക്കുന്നത്. സോ നിങ്ങൾക്ക് പരമാവധി സംശയം ചോദിക്കുക. നിങ്ങളുടെ സംശയം മണ്ടത്തരാണോ എന്നുള്ള ചിന്തയൊന്നും നിങ്ങൾക്ക് വേണ്ട. ആദ്യമൊക്കെ ചിലപ്പോൾ മണ്ടത്തരായിരിക്കും ചോദിക്കുന്നത്, പിന്നീട് കൂടുതൽ റിലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ ശീലിക്കും. പിന്നെ ഇവരുടെ ബുക്ക് ലിസ്റ്റിനെ പറ്റി വീഡിയോസിൽ കാര്യമായിട്ട് പറയുന്നില്ല. പക്ഷേ NCERT ബുക്കിന് പ്രാധാന്യം കൊടുക്കണം, അത് ഒരു തവണയെങ്കിലും വായിക്കണം എന്ന് പറയുന്നുണ്ട്. 9 മുതൽ 12 വരെ ക്ലാസ്സിലുള്ള NCERTയെ പറ്റിയാണ് വായിക്കാൻ പറയുന്നത്. മാത്രമല്ല എല്ലാ സബ്ജക്റ്റുകൾക്കും NCERT വായിക്കണം എന്നൊന്നും പറയുന്നില്ല. പ്രത്യേകം എടുത്തു പറയുന്ന NCERT ബുക്ക് പൊളിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന ബുക്കും അതുപോലെ എക്കണോമിക്സിൻ്റെ മാക്രോ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുമാണ്. കൂടാതെ ലക്ഷ്മികാന്ത് മതിയാവില്ല എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ പൊളിറ്റിക്ക് കൂടുതലായിട്ട് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നുണ്ട്. പ്രിലിംസിനും ചോദിക്കുന്നുണ്ട്, മെയിൻസിനും ചോദിക്കുന്നുണ്ട്. മെയിൻസിന് പണ്ടേ ലക്ഷ്മികാന്ത് മതിയാവാത്തൊരു ബുക്കാണ്. പക്ഷേ പ്രിലിംസിനും ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് കൂടുതലായിട്ട് ചോദിക്കുന്നതുകൊണ്ട് ലക്ഷ്മികാന്ത് മാത്രം പഠിച്ചാൽ മതിയാവില്ല. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലക്ഷ്മികാന്ത് പഠിക്കുന്നത് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കോൺസെപ്റ്റ് ക്ലിയർ ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ലക്ഷ്മികാന്ത് എന്നെ വായിച്ച് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യണമെന്നില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയാലോ അവിടുത്തെ മെറ്റീരിയലും അവിടുത്തെ ക്ലാസ്സും ഒക്കെ ലക്ഷ്മികാന്ത് ബേസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റുകൾ വെച്ചിട്ടായിരിക്കും. സോ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ലക്ഷ്മികാന്ത് തന്നെയാണ് പഠിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം, ലക്ഷ്മികാന്ത് മാത്രം പഠിച്ചാൽ പോരാ എന്ന് പറയുമ്പോഴും ടോപ്പേഴ്സിന് പൊളിറ്റിക്ക് വേണ്ടി മറ്റൊരു ബുക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കാറില്ല. തീർച്ചയായിട്ടും ലക്ഷ്മികാന്ത് പഠിച്ച് കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട്
കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നോട്ടോ മറ്റുള്ള ടോപ്പേഴ്സിൻ്റെ നോട്ടോ ഒക്കെ നോക്കിയിട്ട് സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അവരുടെ ഇൻ്റർവ്യൂവിൽ നിന്ന് എനിക്ക് തോന്നിയത് അവർ പൊതുവെ ക്ലാസ് നോട്ടും അവരുടെ സ്വന്തം നോട്ടുമാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് മറ്റുള്ള ബുക്കുകളെക്കാളും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ബുക്ക് ലിസ്റ്റ് പുറത്തു വിടാത്തത്. അല്ലെങ്കിൽ പിന്നീട് ഇനി അങ്ങോട്ടേക്ക് ബുക്ക് ലിസ്റ്റ് പുറത്തു വിടുകയായിരിക്കും. ഇനി ബുക്ക് ലിസ്റ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും എല്ലാവരും ഏകദേശം ഉപയോഗിക്കുന്ന ഒരേ ബുക്ക് ലിസ്റ്റുകൾ തന്നെയാണ്, ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ. കാരണം ഇൻഡയറക്റ്റ് എന്ന് പറയാൻ ക്ലാസ് റൂമുകളിൽ നിങ്ങൾക്ക് കിട്ടുന്ന നോട്ട് അല്ലെങ്കിൽ ടോപ്പേഴ്സിൻ്റെ നോട്ട് ഒക്കെ ഈ മെയിൻ ടെക്സ്റ്റുകൾ റെഫർ ചെയ്തുകൊണ്ടുള്ള നോട്ടുകളായിരിക്കും. സോ നമ്മൾ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ പഠിക്കുന്നത് ആ ബുക്കുകൾ തന്നെയാണ്. എനിക്ക് ഇവിടെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ പരമാവധി ടോപ്പേഴ്സിൻ്റെ ഇൻ്റർവ്യൂ കാണാൻ ശ്രമിക്കുക. 1ാം റാങ്കുകാരിയുടെ മാത്രമല്ല എല്ലാവരുടെയും. അത് ഈ വർഷത്തെ തന്നെയാണെന്നില്ല, 1-2 വർഷം പിന്നിലോട്ടുള്ള ടോപ്പേഴ്സിൻ്റെ ടോക്കും കാണാൻ ശ്രമിക്കുക. കാരണം അത് നിങ്ങൾക്ക് സിവിൽ സർവീസ് ജേണിയെ പറ്റി കൂടുതൽ ധാരണ നൽകും. ടോപ്പേഴ്സ് പൊതുവെ ബിഗിനേഴ്സിന് മനസ്സിലാവുന്ന രീതിയിലല്ല ടോക്ക് കൊടുക്കാറുള്ളത്. സിവിൽ സർവീസിനെ പറ്റി കുറച്ച് ധാരണയുള്ള ആളുകൾക്ക് കൂടുതൽ ഐഡിയ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ടോക്ക് കൊടുക്കാറുള്ളത്. കാരണം അവർ ടോപ്പേഴ്സാണ്, അവരുടെ അടുത്തുനിന്ന് നമ്മൾ അത്രയും ടോപ്പായിട്ടുള്ള മെറ്റീരിയലും കണ്ടന്റുകളാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ പോലും അവരുടെ ടോക്ക് കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കൂടുതൽ കേൾക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ പോലെയുള്ള യൂട്യൂബ് ചാനൽ കാണുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള യൂട്യൂബ് ചാനൽ കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ധാരണ കിട്ടും എന്തായിരുന്നു ടോപ്പേഴ്സ് പറഞ്ഞത് എന്നതിനെ പറ്റി. പലപ്പോഴും ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് ടോപ്പേഴ്സിൻ്റെ ടോക്ക് ഉണ്ടാവുക. നിങ്ങൾക്ക് സ്വയം കേട്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടു കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെയല്ല, ഇനിയിപ്പോൾ എൻ്റെ മലയാളം സമ്മറി ടോപ്പേഴ്സിൻ്റെ ഏതെങ്കിലും ടോക്കിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ആവശ്യപ്പെടാം. എങ്ങനെയെങ്കിലും നിങ്ങൾ ടോപ്പേഴ്സിൻ്റെ ടോക്ക് കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ വിമർശനങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.